അത് ശരിക്കും വളരെ ഉന്നതമായിട്ടുള്ള ഒരു നിലപാടാണ്. നമ്മുടെ ഒരു ജനാധിപത്യമൊക്കെ ഏറ്റവും കൂടുതൽ പുഷ്ടിപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഭൂരിപക്ഷമാകുന്നൊരു കാലത്ത് ഒരു രാജ്യം ജനാധിപത്യത്തിലേക്ക് വളരെ സുന്ദരമായി നടക്കുമെന്നുള്ളതാണ്. ആ ജനാധിപത്യം പോലും പലപ്പോഴും അട്ടിമറിക്കപ്പെടുകയും രാജ്യം ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ പലപ്പോഴും ആ ഒരു ജനാധിപത്യപരമായ വോട്ടിംഗ് നടത്താൻ മാത്രം കേപ്പബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് കാണുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇപ്പോൾ കഴിഞ്ഞ തവണ 8 സംസ്ഥാനങ്ങളിൽ വലിയ ഓഫറുകൾ ജനത്തിന് കൊടുത്തുകൊണ്ട് 10,000 രൂപയും 3,000 രൂപയും 5,000 രൂപയൊക്കെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് തന്നെ കൊടുത്തുകൊണ്ട് ഭരിക്കുന്ന പാർട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി വോട്ട് മേടിക്കുന്ന ഒരു പണിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം പണികളൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ വിരുദ്ധ അഭിപ്രായങ്ങളെ, വിരുദ്ധ രാഷ്ട്രീയത്തെ, ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാന്ന് പറയുന്ന ഈ ഒരു പ്രവണത ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ എങ്ങനെ കടന്നു വന്നു? എല്ലാവരെയും കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരുന്നത്, താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ നമ്മൾ CPM-നെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും ശരിയാണ്. ഇപ്പം ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം. നമ്മുടെ പഴയ കാല സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സ്വഭാവം അത് ഈ കാലഘട്ടത്തിൽ ഒട്ടും പറ്റുന്നതല്ല, കൈവിടേണ്ടതാണ്. ഇനി ഞാൻ വിചാരിക്കുന്നത് ഗൗതം, ഇപ്പം 2012 അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായതിനു ശേഷം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇപ്പം 26 എത്തുമ്പോഴേക്കും ഈ ഒരു രാഷ്ട്രീയ സംസ്കാരം, പൊളിറ്റിക്കൽ ഗ്രാമർ മൊത്തത്തിൽ മാറണം എന്നുള്ളതാണ്. CPM-നെ എക്കാലവും വേട്ടയാടിയ ഒരു കൊലപാതകമാണ് TP ചന്ദ്രശേഖരൻ കൊലപാതകം. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടാനിടയായ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ TJ ജോസഫ് പള്ളിയിൽ നിന്ന് മടങ്ങവേ അദ്ദേഹത്തിൻ്റെ കൈ കുറേയധികം കാബാലികർ വന്നിട്ട് മുറിച്ചു മാറ്റി. അത് രൂപപ്പെടാനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. സംഘപരിവാറിൻ്റെയും മോദിയുടെയും BJP-യുടെ ഒക്കെ സ്ട്രോങ് ക്രിട്ടിക്കുകളായിരുന്നു ഈ ഗൗരി ലങ്കേഷ്, ഗോവിന്ദ് പൻസാരെ, നരേന്ദ്ര ദാബോൽക്കറൊക്കെ. ഇവർക്കൊക്കെ വലിയ അപകടങ്ങൾ സംഭവിച്ചു. ചിലവർ ഇന്ന് ഭൂമുഖത്തില്ല. ഇതിനൊക്കെ ഇടയാക്കിയ സാഹചര്യം, ഇത്തരം കൊലപാതകങ്ങൾക്കൊക്കെ ഇടയാക്കിയ സാഹചര്യം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ BJP-യോ കോൺഗ്രസ്സോ ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല, എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും അതീതമാണ് ഞാൻ. ഇതൊരു പരമോന്നത സ്വാതന്ത്ര്യമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്. ഈ സ്ത്രീ എന്ന് പറയുന്നത് സോനം വാങ്ചുങ്ങിൻ്റെ ഭാര്യയായിട്ടുള്ള ഗീതാഞ്ജലി ആങ്മയാണ് ഇക്കാര്യം, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ വിശകലനം ചെയ്യേണ്ടത്? അല്ല, ഗീതാഞ്ജലി ആങ്മ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം അവർ പറയുന്നത് ഞാൻ BJP-യോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ CPM-ഓ അങ്ങനെ ഒരു പാർട്ടിയും അല്ല എന്നുള്ളത് മാത്രമല്ല, ഞാനൊരു മതത്തിൻ്റെയും ആളല്ല, ഞാൻ ഒന്നിൻ്റെയും ഒരു സംഘടനയുടെയും ആളല്ല, പകരം ഞാനൊരു ഹ്യൂമാനിറ്റിയുള്ള മനുഷ്യ സ്ത്രീയാണ് എന്നുള്ളത് മാത്രമാണ് അവർ പറയുന്നത്. അത് ശരിക്കും വളരെ ഉന്നതമായിട്ടുള്ള ഒരു നിലപാടാണ്. സത്യത്തിൽ ഗൗതം അറിയേണ്ടത്, നമ്മുടെ ഒരു ജനാധിപത്യമൊക്കെ ഏറ്റവും കൂടുതൽ പുഷ്ടിപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഭൂരിപക്ഷമാകുന്നൊരു കാലത്ത് ഒരു രാജ്യം ജനാധിപത്യത്തിലേക്ക് വളരെ സുന്ദരമായി നടക്കുമെന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള ആളുകൾ ഭൂരിപക്ഷമാകുമ്പോൾ ഓരോ മാറ്ററിലും ഓരോ വസ്തുതകളിലും തന്നെ കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ട് ഓരോ നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകൾ മനുഷ്യപക്ഷത്തു നിന്ന് എടുക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു ഭരണാധികാരിയും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും തെറ്റുകൾ ചെയ്യാനായിട്ട് മടിക്കും എന്ന് പറയുന്ന വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം അവർക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളതല്ല, ഈ കക്ഷി രാഷ്ട്രീയമില്ല, എനിക്ക് മതപരമായ ചില ഇൻക്ലിനേഷൻസ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയം അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് അവഗണിക്കപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിൽ അവർ ഏത് ഭരണം നിലവിൽ വന്നാലും ശരി തെറ്റുകൾക്കനുസരിച്ച് സംഭവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടെടുക്കും എന്നേ മനസ്സിലാക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൽ ഒരു 20-30% പേര് അങ്ങനെ നിലവാരത്തിലേക്ക് എത്തിപ്പെട്ടാൽ ഒരു രാജ്യം വളരെ വളരെ സുന്ദരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അന്ധമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും യോജിക്കുകയും അല്ലെങ്കിൽ അവരോട് വിയോജിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഗീതാഞ്ജലി അങ്ങ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് പക്ഷേ ഇപ്പോൾ ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഇത് കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പല ഡെവലപ്ഡ് കൺട്രീസിൽ, ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുമ്പിലുള്ള കൺട്രീസിൽ, ഇത്തരം കൺട്രീസിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ നമ്പർ കൂടി വരികയാണ്. അങ്ങനെ കൂടി വരുമ്പോഴാണ് പലപ്പോഴും ജനാധിപത്യം വളരെ സാർത്ഥകമാകുന്നത്. ഇപ്പം ഇതിലൊരു കാര്യം കൂടി പറയാം. പണ്ടേക്കുണ്ട്, ഞാനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തർക്കിച്ചിട്ടുള്ളൊരു വലിയ കാര്യമുണ്ട്.
ജനാധിപത്യം എപ്പോഴും ഭൂഷണമാകണമെങ്കിൽ വളരെ സുന്ദരമായ ഒരു രാജ്യത്ത് ജനാധിപത്യ രാജ്യമായി ജനാധിപത്യത്തെക്കാൾ വലിയൊരു സിസ്റ്റം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കാരണം ഭൂരിപക്ഷം ആളുകൾ വോട്ട് ചെയ്ത് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ വലിയൊരു സിസ്റ്റം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ആ ജനാധിപത്യം പോലും പലപ്പോഴും അട്ടിമറിക്കപ്പെടുകയും രാജ്യം ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ പലപ്പോഴും ആ ഒരു ജനാധിപത്യപരമായ വോട്ടിംഗ് നടത്താൻ മാത്രം കേപ്പബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങളെയും വളരെ കൃത്യമായി ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന വലിയ വിമർശനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയൊക്കെ ജനാധിപത്യം അത്രത്തോളം വികസിച്ചിട്ടില്ലാത്തൊരു ജനാധിപത്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ജനാധിപത്യം ഉണ്ടെന്ന് പറയലേ ഉള്ളൂ. അപ്പൊ ആ ജനാധിപത്യം പലപ്പോഴും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതുവഴി വോട്ട് ചെയ്യിപ്പിക്കാനും പലപ്പോഴും ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കാണുന്ന ജനാധിപത്യത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇപ്പൊ കഴിഞ്ഞ തവണ 8 സംസ്ഥാനങ്ങളിൽ വലിയ ഓഫറുകൾ ജനത്തിന് കൊടുത്തുകൊണ്ട് 10,000 രൂപയും 3,000 രൂപയും 5,000 രൂപയൊക്കെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് തന്നെ കൊടുത്തുകൊണ്ട് ഭരിക്കുന്ന പാർട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി വോട്ട് മേടിക്കുന്ന ഒരു പണിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്തരം പണികളൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് നമ്മുടെ കാശെടുത്ത് നമുക്ക് തന്നെ ബ്രൈബായി തരികയാണ്, കൈക്കൂലിയായി തരികയാണ് എന്ന് പറയുന്ന ബോധം ജനങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പറഞ്ഞ പോലെ ഇത് വളരെ സുന്ദരമായ കാര്യമാണ്. മതപരമായിട്ട് അന്ധത, കുരുടന്മാരായിട്ട് മാറിയ കുറേയധികം ആളുകളാണ് TJ ജോസഫിന്റെ കൈ മുറിച്ചു കളഞ്ഞത്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ അന്ധതയുടെ കാരണം മൂലമാണ് TP ചന്ദ്രശേഖരന് കൊല്ലപ്പെടേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പൊ നരേന്ദ്ര ദാബോൽക്കർ ആയിക്കോട്ടെ, ഗൗരി ലങ്കേഷ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ സമാനമായ കാര്യങ്ങളുടെ ഇരകളാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ. അപ്പോൾ വിരുദ്ധാഭിപ്രായങ്ങളെ, വിരുദ്ധ രാഷ്ട്രീയത്തെ, ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാന്ന് പറയുന്ന ഈ ഒരു പ്രവണത ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ എങ്ങനെ കടന്നു വന്നു? തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ച പോലെ ഇപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യം ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല വിമർശനങ്ങളുമൊക്കെ ഉണ്ടായെങ്കിൽ പോലും അവർ ഇത്രത്തോളം വലിയ അസഹിഷ്ണുത പലപ്പോഴും കാണിച്ചിരുന്നില്ല. ആ അസഹിഷ്ണുത കാണിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം പല കാർട്ടൂണിസ്റ്റുകളെയും ഡോണ്ട് സ്പെയർ മീ എന്ന് പറയുന്ന നിങ്ങൾ എന്നെ കൂടി വിമർശിച്ചോളൂ എന്ന് പറയുന്ന നിലപാടെടുത്തിട്ടുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ നമുക്കുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ശ്യാമപ്രസാദ് മുഖർജിയെയും അതുപോലെ ഭീംറാവു അംബേദ്കറേയും ഒക്കെ തന്നെ സ്വന്തം മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. വേണമെങ്കിൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത്തരത്തിൽ എല്ലാവരെയും കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല, അത് BJPയും സംഘപരിവാറും ഒക്കെയാണ്. 1980-കൾ മുതൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. 92-ൽ ബാബറി മസ്ജിദ് പൊളിക്കുമ്പോഴേക്കും അത് വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നമായി മാറി. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ മുഴുവൻ നിലനിൽക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയം തുടങ്ങി. ഇതിൽ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലം മുതലേ കോൺഗ്രസിലും വലിയ മാറ്റങ്ങളുണ്ടായി. ഇപ്പം സഞ്ജയ് ഗാന്ധി ആണെങ്കിലും കോൺഗ്രസ് ഒക്കെ ആണെങ്കിലും അങ്ങനെ കോൺഗ്രസ് വളരെ ടോളറൻ്റായി പലപ്പോഴും പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തുകയും അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇവിടെ രാജൻ കേസിൽ രാജൻ കൊല്ലപ്പെടുന്ന അവസ്ഥയും ഒക്കെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിനും ഒരു പരിധിവരെ മാറി വന്നു. പക്ഷെ അതിനുശേഷം അതിൻ്റെ കുറച്ചുകൂടി ആക്സലറേറ്റ് ചെയ്തത് BJPയും സംഘപരിവാറുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഇപ്പം ഈ കൊലപാതകങ്ങൾ, അതിൻ്റെ നേച്ചറുകളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഗൗതമൊക്കെ അറിയേണ്ടത്, ഇപ്പോൾ കേരളത്തിൽ പലപ്പോഴും അല്ലെങ്കിൽ ബീഹാറിൽ ഇപ്പോഴും ആന്ധ്രയിലൊക്കെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലിയ വൃത്തികേടുകളാണ് ജന്മികളും മുതലാളിമാരും ഈ താഴേക്കിടയിലുള്ള ആളുകളോട് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ ആദ്യമായി കല്യാണം കഴിച്ചിട്ട് വരുന്ന പെണ്ണിനെ മറ്റേ ജന്മിക്ക് കാഴ്ചവെക്കണമെന്നുള്ളത് മുതലുള്ള അങ്ങേയറ്റത്തെ വൃത്തികെട്ട പല രീതികളും പിന്തുടരുന്നത് കൊണ്ട് അവർക്ക് അതിനെതിരെ പ്രതികരിക്കാൻ കായികമായിട്ടല്ലാതെ ഇത് ജനാധിപത്യപരമായി പ്രതികരിക്കണം, അത് പിന്നീട് ഒരിക്കൽ ഭരണം മാറുമ്പോഴത്തേക്ക് ഇതെല്ലാം ശരിയാകുമെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. അവനവനെ കൊള്ളുമ്പോൾ പലപ്പോഴും അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ നമ്മൾ CPM-നെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും ശരിയാണ്, ഇപ്പം ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമൊക്കെ. പക്ഷെ അത് സംഭവിക്കുമ്പോൾ പോലും ആ നേച്ചർ എങ്ങനെ അവരിൽ ഉണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നേരത്തെ പറഞ്ഞ ഒരു ജന്മികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, അതുവഴി ചില ആളുകളുടെ ഈ പറയുന്ന പോലെ ശാരീരികമായി കൈകാര്യം ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, അതിൽ തിരിച്ചിങ്ങോട്ട് ജന്മിത്ത അടിയോ ആളുകൾ ഇവരെ വേട്ടയാടുന്ന ജന്മിയായിരുന്നു അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു ബ്ലഡും രീതികളും ഒക്കെ അവരുടെ ഉള്ളിൽ കൂടി ഉള്ളത് കൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് പോലും ഇത്തരത്തിലുള്ള ശാരീരികമായ ആക്രമണങ്ങൾ
കേരളത്തിലുണ്ടായിട്ടുള്ളത്. ശരത് ലാൽ ഉണ്ട്, കൃപേഷ് ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ഈ വിട്ടുപോയതല്ല, ഇതുപോലെയല്ലെന്നേ 200-ലധികം ആളുകൾ CPM-ന്റെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ CPM-ന്റെ ആളുകൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് പലപ്പോഴും പേരെന്താ അറിയാത്തതെന്നറിയാമോ? പേരറിയാത്തത് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് പ്രൊജക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു CPM-കാരൻ ഈ പറയുന്ന ഉദയംപേരൂരടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകളുടെ ഒന്നും പേരുകൾ എടുത്ത് കാണിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യമാണ്. നമ്മുടെ പഴയ കാല സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സ്വഭാവം, അത് ഈ കാലഘട്ടത്തിൽ ഒട്ടും പറ്റുന്നതല്ല, കൈവിടേണ്ടതാണ്. പക്ഷെ അങ്ങനെ പറ്റാത്ത രീതിയിലേക്ക് അവരുടെ ബ്ലഡിൽ അലിഞ്ഞു പോയതിൻ്റെ കാരണം പണ്ട് മുതലേ അനുഭവിക്കേണ്ടി വന്ന ഇത്തരം പ്രശ്നങ്ങളാണ്. ഇനി ഞാൻ വിചാരിക്കുന്നത് ഗൗതം, 2012 അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായതിനു ശേഷം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇപ്പൊ 26 എത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നമ്പർ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ പോലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത് SDPI-യും RSS-ഉം പോലെയുള്ള പോപ്പുലർ ഫ്രണ്ടും RSS-ഉം പോലെയുള്ള കാര്യങ്ങളിൽ നിന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് കുറയുകയാണ് ചെയ്യുന്നത്. അത് കുറയുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ വളരെ തിയററ്റിക്കലായ ഒരു ആസ്പെക്റ്റ് ആണ്. അതായത് പണ്ട് കാലത്ത് ഇങ്ങനെ ശാരീരികമായി പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അത് നേരിട്ടതിൻ്റെ ഒരു ബ്ലഡും അതിൻ്റെ മാനസികാവസ്ഥയും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായത് കൊണ്ടാണ് രാഷ്ട്രീയ വൈര്യവും രാഷ്ട്രീയപരമായിട്ട് സംഘട്ടനങ്ങളൊക്കെ ഉണ്ടായത്. ഇനി ഞാൻ വിചാരിക്കുന്നത് ഗൗതം ഇപ്പോൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, അടുത്തൊരു 30 കൊല്ലത്തേക്ക് 50 കൊല്ലത്തേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി വളരെ കുറവായിരിക്കും ഇന്ത്യയിൽ പോലും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജൻസിയുടെ നേതൃത്വം വരുന്നു, അവരെ സംബന്ധിച്ചോളം മീമുകളിലൂടെ അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിലൂടെ കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ എന്ത് ചെയ്യുന്നു, ഉയർത്തുന്നു. തിരിച്ച് അവരും അത് സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളുന്നു, ചിലപ്പോൾ തെറി പറയുന്നു എന്നൊക്കെ ഉള്ളതിനും അപ്പുറത്തേക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ ഇപ്പം പോലും വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ കഴിഞ്ഞ സമരത്തിൽ പങ്കെടുക്കുകയും അത് നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ചുകൊണ്ടൊരു വീഡിയോ ഇടുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ മാപ്പ് പറഞ്ഞുള്ള വീഡിയോ ഇട്ടിട്ട് പോലും അതിനെ ബലാത്സംഗം ചെയ്യണമെന്ന് പറയുന്നവർ താഴെയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം ഈ കാലഘട്ടത്തിൽ പോലും യഥാർത്ഥത്തിൽ TG മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ അതുപോലെ പറയുന്ന ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ഇത് കുറഞ്ഞു വരികയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറഞ്ഞു വരികയാണ്. പക്ഷെ അപ്പോഴും മതപരമായ ചില സംഘടനകളുടെ കൊലപാതകങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ള ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇപ്പം ഗീതാഞ്ജലി ആങ്മ ഒക്കെ പറഞ്ഞതുപോലെയുള്ള വിശാലമായ അർത്ഥത്തിലേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. സഹിഷ്ണുത എന്താണെന്നുള്ളത് വളരെ വിശദമായി കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇന്ത്യയിൽ ഇപ്പം നിലനിൽക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. സഹിഷ്ണുത എന്താണെന്ന് കുറേയൊക്കെ നമ്മൾ മറന്നുപോയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഗീതാഞ്ജലി വാങ്മേ തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്താണ്? നരേന്ദ്രമോദിയുടെ വീടിന് മുമ്പിൽ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിഷേധം ചെയ്യുന്നതിൽ ആത്മാർത്ഥതയില്ല. എങ്ങനെയാണ് BJP ഞങ്ങളെ നേരിട്ടത്? ഈ CJPക്കൊപ്പം നിന്ന് സമരം ചെയ്തപ്പോൾ ചൈനക്കാരാണ്, ഫോറിൻ ഫണ്ടഡ് ആണ്. സമാനമായ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ്സുകാരും സംഘികളാണ്, BJP ആണ്, RSSകാരാണെന്ന് പറഞ്ഞാണ് നേരിട്ടത്. അപ്പൊ അന്ന് ഗീതാഞ്ജലി വാങ്മേ പറഞ്ഞത് ഈ ഒരു രാഷ്ട്രീയ സംസ്കാരം, പൊളിറ്റിക്കൽ ഗ്രാമർ മൊത്തത്തിൽ മാറണം എന്നുള്ളതാണ്. അത് തന്നെയാണോ ഇതിലൂടെയും അവര് പറയുന്നത്? അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ്. അതിനൊന്ന് കൃത്യമായിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. I am not BJP നോർ കോൺഗ്രസ്, നൈദർ സംഘി നോർ കമ്മ്യൂണിസ്റ്റ്. ഇതൊന്നുമല്ല ഞാൻ ഇടതുപക്ഷവും അല്ല വലതുപക്ഷവും അല്ല, നൈദർ ലെഫ്റ്റ് ഓർ റൈറ്റ്, നൈദർ സോഷ്യലിസ്റ്റ് നോർ ക്യാപിറ്റലിസ്റ്റ്, നൈദർ ലിബറൽ നോർ കൺസർവേറ്റീവ്, നൈദർ ദളിത് നോർ ബ്രാഹ്മൺ, നൈദർ ജെയിൻ ബുദ്ധിസ്റ്റ് നോർ ഹിന്ദു, നൈദർ പഞ്ചാബി ഒഡിയ നോർ ലഡാക്കി, ഐ എം ഓൾ ഓഫ് ദിസ്. എന്നാൽ പിന്നെ ഞാൻ ഇതെല്ലാം ആണെന്നും അവർ പറയുകയാണ്. ഇതല്ല, ഇതിലപ്പുറവും ആണെന്നും പറയുന്നു. ബിയോണ്ട് ഓൾ ഇസംസ് ഐ ടേക്ക് ദ ബെസ്റ്റ് ഫ്രം എവറിത്തിങ് ആൻഡ് ലീവ് ദ റെസ്റ്റ്. അതായത് കമ്മ്യൂണിസത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നൊക്കെ വേണ്ടതിനെ ഞാൻ എടുക്കുന്നു പറയുന്നു. വി ഡിമിനിഷ് അവർ സെൽഫ് ദ മൊമെന്റ് വി സ്ക്വീസ് അവർ ഇൻഫിനിറ്റ് സെൽഫ് ഇൻ ടു മാൻ മെയ്ഡ് ബക്കറ്റ്സ്. അവർ ഡീപ്പസ്റ്റ് ഐഡന്റിറ്റി ഇസ് നോട്ട് പൊളിറ്റിക്കൽ, സോഷ്യൽ, റിലീജിയസ് ഓർ ഐഡിയോളജിക്കൽ, ഇറ്റ് ഈസ് കോൺഷ്യസ്നസ് ഇറ്റ് സെൽഫ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വെറുതെ ഒരു വാചകപടി മാത്രമല്ല, യഥാർത്ഥത്തിൽ മനുഷ്യന് ഇത് പോസിബിളാണ്. അല്ലല്ല, വെറുതെ ഒരു വാചകമടിയല്ല ഇത്. ലോകം മുഴുവൻ വളർന്നു വരുന്ന വലിയ വിശാലമായിട്ടുള്ള ഒരു മനസ്ഥിതിയാണ്. ഇപ്പോൾ ഗൗതം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവ് എന്ന് പറയുന്നത് മൈത്രേയനാണ്. അപ്പോൾ മൈത്രേയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പാകിസ്ഥാനിയാണ്, ഇന്ത്യക്കാരനാണ്, അതുപോലെ രാജ്യം അപ്പുറത്താണ് എന്ന് പറയുന്ന തോന്നലുകൾക്കും അപ്പുറത്ത് നമ്മളൊരു മനുഷ്യനായി മാറണം എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യനായി മാറുമ്പോഴേ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ 9 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു ആഹ്ലാദം
തോന്നാതിരിക്കുള്ളൂ. നമുക്ക് യഥാർത്ഥത്തിൽ അപ്പുറത്തുള്ള ഒരാൾ കൊല്ലപ്പെടുമ്പോൾ പോലും നമുക്കൊരു വേദന തോന്നുന്ന മനസ്സുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇത്രയും വിശാലമായ ചിന്താഗതികൾ വേണം. അതിൽ ഈ ഗീതാഞ്ജലി ആംഗ്മ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് വളരെ ഡിസ്കസ് ചെയ്യേണ്ട, ശരിക്കും പറഞ്ഞാൽ മണിക്കൂറുകളെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബക്കറ്റുകളിൽ ഞങ്ങൾ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. ആളുകൾ ഉണ്ടാക്കി വെച്ച ബക്കറ്റാണ് ഈ ഹിന്ദു എന്ന് പറഞ്ഞ മതവും മുസ്ലിം എന്ന് പറയുന്ന, പാഴ്സി എന്ന് പറയുന്നതും ജൈനൻ എന്ന് പറയുന്നതും ആളുകൾ ഉണ്ടാക്കിയതാണ്. BJP എന്ന് പറയുന്നതും കോൺഗ്രസ് എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും ഒക്കെ തന്നെ. ഇപ്പം നമ്മൾ ഗൗതം അറിയേണ്ടത്, ഒരു നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളം വേറൊരു രാജ്യമായിരുന്നു, തിരുവിതാംകൂർ വേറൊരു രാജ്യമായിരുന്നു, കൊച്ചി വേറൊരു രാജ്യമായിരുന്നു. അപ്പോൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ തന്നെ ഒരു രാജ്യമല്ലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ പിന്നീട് USSR ഒറ്റ രാജ്യമായിരുന്നു. ഇപ്പം അത് വിഭിന്നമായിട്ടുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ, റഷ്യ ഉക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻകാർ മരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ അവർ നമ്മുടെ സഹോദരങ്ങൾ ആയിരുന്നു. അപ്പോൾ അത് അത്തരത്തിൽ വിശാലമായിട്ടുള്ള ഒരു ചിന്താഗതി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിങ് ഉണ്ടാവേണ്ടതാണ്. ആ വിശാലമായ ചിന്താഗതി വളർന്നു വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് വളർത്താത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളെ സൃഷ്ടിച്ചാൽ മാത്രമേ അധികാരം നിലനിർത്താൻ പറ്റുള്ളൂ. അതായത് ഞങ്ങൾ BJP-ക്കാരാണ് എന്ന് പറഞ്ഞ് അയോധ്യയിൽ രാമക്ഷേത്രം കൊള്ളയടിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കണം. അതുപോലെ ഇന്ത്യ നമ്മളെ രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെങ്കിലും കൊല്ലുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു തീവ്ര ദേശീയത വളർത്തുകയും, ദേശീയത കുഴപ്പമില്ല, ദേശസ്നേഹവും കുഴപ്പമില്ല, പക്ഷേ തീവ്ര ദേശീയത വളർത്തിക്കൊണ്ട് ആളുകളെ എന്ത് ചെയ്യണം? ഒരുമിപ്പിച്ച് നിർത്തണം. മനസ്സിലായോ? ബാലാക്കോട്ടെ പഹൽഗാമിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ആക്രമിച്ചവരോട് മാത്രമല്ല, നമുക്ക് മറ്റു ചില രാജ്യങ്ങളോട് വെറുപ്പ് തോന്നുന്നതും നമ്മൾ അവരോട് പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതികൾ വളർത്തിക്കൊണ്ട് തന്നെ ഒരു രാജ്യത്ത് ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇടുങ്ങിയ ചിന്താഗതികളെല്ലാം ഉള്ളത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വളരെ വിശാലമായിട്ടുള്ള ഒരു ലോകവും ഒരാശയവുമാണ് ഗീതാഞ്ജലി ആംഗ്മ പറയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അത് 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സാർ ഇതിൽ പറഞ്ഞു, വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയം, ആ ഒരു സംസ്കാരം, വിരുദ്ധാഭിപ്രായം പറയുന്ന ആളുകളെ അരിഞ്ഞു വീഴ്ത്തുക, വെട്ടി വീഴ്ത്തുക, ഇത് വന്നതിന് തുടക്കം 80 മുതലാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. രാമക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ നമുക്കറിയാം, നമ്മുടെ ഇദ്ദേഹം CR പരമേശ്വരൻ ഒരു പൊളിറ്റിക്കൽ പബ്ലിക് ഇന്റലക്ച്വലൊക്കെയാണ്. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ, രാമക്ഷേത്ര സമയത്ത് ഞാൻ ഈ നാട്ടിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അനുഭവം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 2010 തോന്നുന്നു എനിക്ക് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായി. അതിൽ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൻ്റെ കുറച്ച് വരികളൊന്ന് വായിക്കാം. ഇന്നുള്ള വ്യക്തത അന്നില്ലായിരുന്നെങ്കിലും 80കളുടെ അവസാനം രൂപം കൊണ്ട ഹിന്ദു ഉന്മത്തതയ്ക്ക് അന്താരാഷ്ട്ര മതമനസ്സിന്റെ പരിണാമങ്ങളുമായി ബന്ധമുണ്ടെന്ന് അന്നേ തോന്നിയിരുന്നു. പാർലമെന്റിലും പുറത്ത് നാട്ടിലെങ്ങും പ്രകോപനപരമായ വെല്ലുവിളികളും രഥയാത്രയും രാമശിലാ സംഭരണവും ഒക്കെയായി സംഘർഷഭരിതമായിരുന്നു. സംഘപരിവാർ വാസ്തവത്തിൽ അവരെതിർക്കുന്ന സെമിറ്റിക് രീതികളെ തന്നെ ആണ് മിമിക് ചെയ്തത്. അല്ല, അത് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. ആ CR പരമേശ്വരൻ്റെ അതിൽ കാര്യത്തിൽ ഒരു തെറ്റുമില്ല. അത് വിശദമായ ലേഖനമാണ്. അതിൽ കൃത്യമായി കുറെ കൂടി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗതം പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ തിരുത്തിക്കോട്ടെ. 1980-കൾക്ക് ശേഷമാണ് അത് പ്രകടമായി മുന്നോട്ട് വരാൻ തുടങ്ങിയത്. നേരത്തെയും ഇന്ത്യയിൽ അത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഹിന്ദു മഹാസഭയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും പോലെയുള്ള പല ആളുകളും, പല ഫ്രിഞ്ച് എലമെന്റ്സും, പല ഗ്രൂപ്പുകളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള അറ്റംപ്റ്റുകളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ 80-ന് ശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോമിനൻസ് കൂടുകയും വലിയ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ സമയത്തൊക്കെ തന്നെ പക്ഷെ ഒരു പരിധിവരെ ഇന്ത്യ പിടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കാണിച്ചിട്ടുള്ള സഹിഷ്ണുതയുടെ ഒക്കെ പുറത്താണ്. ആ സഹിഷ്ണുത കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു വലിയ ആൽമരം വീണിട്ടുണ്ടെങ്കിൽ ചില മണ്ണിളകും എന്നുള്ളതാണ് സിഖ് കൂട്ടക്കൊലയെയൊക്കെ കുറിച്ച് അതിനെ അപലപിക്കാൻ തയ്യാറാകാതെ രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു നെഹ്റുവിനെ പോലെയുള്ള വളരെ വിശാല ഹൃദയരായിട്ടുള്ള ഭരണാധികാരികളിൽ നിന്നും നമ്മൾ പതുക്കെ പതുക്കെ താഴോട്ട് പോന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം ഇതിൽ CR പരമേശ്വരൻ പറഞ്ഞേക്കുന്ന കാര്യം വാസ്തവമാണ്. കാരണം ഒരു സെമറ്റിക് മതങ്ങളുടെയൊക്കെ ഒരു രീതിയും രൂപത്തിലേക്കും ഈ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെയും അതുപയോഗിച്ചുകൊണ്ട് ഒരു കൃത്യമായ ഒരു ഗ്രൂപ്പ് വളർത്തിയെടുക്കാനും ഇന്ത്യയിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ബിൽഡ് ചെയ്യാനും ഒക്കെ തന്നെയാണ് അവർ ശ്രമിച്ചത്. ആ കാര്യത്തിൽ തെറ്റൊന്നുമില്ല. അത് ഇപ്പോൾ ഇന്ത്യയിൽ കുറച്ചുകൂടി വളർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത്. അത് കുറേ കാലം നീണ്ടു നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നീണ്ടു നിൽക്കില്ല എന്നും പകരം പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ തിരുത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഉള്ളപ്പോഴാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ല, ഇതിൽ സെമിറ്റിക് രീതികളെ മിമിക് ചെയ്തു എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? സെമിറ്റിക് രീതികളെ മിമിക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം, ഇപ്പം സെമിറ്റിക് മതങ്ങളുടെയും അവരുടെ രീതികളും ഒക്കെ എന്ന് പറഞ്ഞാൽ കുറേ കൂടി റിജിഡാണ്.
ജൂതമതമാണെങ്കിലും ബാക്കിയുള്ള മതങ്ങളാണെങ്കിലും ഒക്കെ തന്നെ പലപ്പോഴും ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അവർ പലപ്പോഴും കുറച്ചുകൂടി ലിബറലാണ്. ഇപ്പോൾ ഹിന്ദു മതം എന്ന് പറയുന്നത് കുറേ കൂടി ലിബറലാണ്. അതായത് ആരെയും ഉൾക്കൊള്ളുന്ന, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന, നമുക്ക് പ്രാർത്ഥനകൾക്ക് പ്രത്യേക രീതിയൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ സെമറ്റിക് മതങ്ങൾ അങ്ങനെയല്ല. സെമറ്റിക് ആയിട്ടുള്ള രീതികൾ എന്ന് പറയുന്നത് പലപ്പോഴും കുറെ കൂടി റിജിഡായ, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന അവരുടേതായിട്ടുള്ള ആളുകളുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ പോലും ഈ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോലും 3, 4, 5 കുടുംബങ്ങൾ ജൂതമതക്കാരായിട്ടുള്ള ആളുകളുള്ള പോലും അവര് മറ്റുള്ള ആളുകളായിട്ട് ഇടപഴകുകയോ, അങ്ങനെ ഇടപഴകുമ്പോൾ പോലും മറ്റുള്ള മതങ്ങളിൽ നിന്ന് എന്തെങ്കിലും കൾച്ചറുകൾ സ്വീകരിക്കുകയോ ഒന്നും ചെയ്യില്ല. അത്തരത്തിൽ റിജിഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് അദ്ദേഹം അതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ല, നമ്മള് എന്താണ് ഒരു മതവാദി അല്ലെങ്കിൽ നമുക്കൊരു രാഷ്ട്രീയം രൂപപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്കൊരു നാഷണാലിറ്റി രൂപപ്പെടുന്നു, ഇതിനൊക്കെ മുമ്പ് നമ്മൾ ആരായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണം എന്നല്ലേ സാറ് പറയും? തീർച്ചയായിട്ടും, ഒരു സംശയം. അത് മാത്രമല്ല, ഇതിനൊക്കെ അപ്പുറമാണ് നിങ്ങൾ. ഇത് ഗീതാഞ്ജലി വാങ്മ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയ ബക്കറ്റുകളാണ്. ഈ ബക്കറ്റുകൾക്കകത്തേക്ക് നമ്മൾ കയറി ഇരുന്ന് കൊടുക്കുകയാണ്. ആ കയറി ഇരുന്ന് കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാണ്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു രാജ്യത്തെ ശത്രു രാജ്യമായി കണക്കൂട്ടുന്നത്. അവിടുത്തെ ഒരു 5 കോടി ജനങ്ങളുണ്ടെങ്കിൽ 5 കോടി ജനങ്ങളിൽ ആരും നമ്മളോടൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ഒരു 20,000 പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ അവിടുത്തെ ജനങ്ങളെയും ദ്രോഹിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഒരു ജനതയെ തന്നെ മോശമായിട്ട് എന്ത് ചെയ്യാണ്, കാണുകയാണ്. മനസ്സിലായോ? അത്തരം ബക്കറ്റുകളിലേക്ക് നമ്മൾ ഒതുങ്ങിച്ചേരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആത്മ പറയുന്നത്. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഗൗതത്തിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞത്, ഇതുപോലുള്ള ചിന്താഗതികളിലേക്ക് ഒരു രാജ്യത്തിലെ 10-20% ആളുകളെങ്കിലും എത്തിയാൽ, കാരണം അവര് ഏറ്റവും ഡിസിസീവായി ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള ലെവലിലേക്കുള്ള ഇന്റലക്ച്വൽസ് ആയി മാറിയാൽ ഒരു രാജ്യം ഭയങ്കര പുരോഗതിയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അവിടെ തെറ്റ് ചെയ്യാൻ ഒരു ഭരണാധികാരിക്ക് കഴിയില്ല. കാരണം തെറ്റ് ചെയ്താൽ അവിടെ ചോദ്യം ചെയ്യുന്ന വലിയൊരു ആളുകൾ ഉണ്ടാവുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയും അത് കൃത്യമായി ഒരു ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അപ്പൊ അത് സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷെ വലിയൊരു സ്വപ്നമാണ്. അതൊന്നും പെട്ടെന്ന് ഇതില് ഗീതാഞ്ജലി അങ്ങ് പറയുന്നതിലെ ഒരു കുറച്ചുകൂടി അതിന്റെ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ അവര് ഇതൊന്നുമല്ല ഞാൻ ഹിന്ദു പോലും അല്ല എന്ന് പറയുകയും, എന്നാൽ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞതൊക്കെ ഞാനാണെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ മികച്ചതിനെ ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അതായത് എല്ലാ ഐഡിയോളജിയിൽ നിന്നും എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ നല്ലതിനെ ഞാൻ എടുക്കുന്നു എന്നും പറയും. അല്ല, അപ്പൊ അവര് അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരിക. ഇവരിതല്ലാന്നും പറയുന്നു, എന്നാൽ ഇതാണ് ഞാനെന്നും ഇതിലെല്ലാം ഞാനുണ്ടെന്നും പറയും. അതല്ല ഗൗതം, അതിൽ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. അവര് വളരെ കൃത്യമാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഗീതാഞ്ജലി അവർ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ചില സന്ദർഭങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില മാറ്ററുകളിൽ നമ്മൾ ചിലപ്പോൾ ഓരോരുത്തരുടെ ഒപ്പം നിൽക്കേണ്ടി വരും. ചിലപ്പോൾ അവർ ചെയ്യുന്നത് എന്തായിരിക്കും, ശരിയായിരിക്കും. ആ ശരികളോടൊപ്പം നിൽക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അവർ ആ പൊളിറ്റിക്കൽ ഐഡിയോളജി ഫോളോ ചെയ്യുന്നില്ലെന്ന് അവർ തന്നെ പറഞ്ഞു. പക്ഷെ ഇതിലെല്ലാത്തിലും ചിലപ്പോൾ ഞാനുണ്ടാകാം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും വളരെ പോസിറ്റീവായ, കൺസ്ട്രക്റ്റീവായിട്ടുള്ള വശങ്ങൾ ചിലപ്പോൾ ഞാൻ ഉൾക്കൊള്ളും എന്ന് കൂടിയാണ് അവർ പറഞ്ഞേക്കണം. അതിനകത്ത് വേറെ കോൺട്രാഡിക്ഷൻ ഒന്നുമില്ല. ഇപ്പം നാളെ ഗൗതം അറിയേണ്ടത്, ഗൗതത്തെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ ഗൗതത്തിൻ്റെ ഒരു മോശം സ്വഭാവത്തെ ഞാൻ തുറന്നു കാണിക്കുകയും എതിർക്കുകയും ചെയ്യുമ്പോഴും ഗൗതത്തിലുള്ള മറ്റും ചിലപ്പോൾ ഏതെങ്കിലും നന്മകളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നതിന് എനിക്കത് തടസ്സം അല്ല. മനസ്സിലായോ? നമ്മൾ തന്നെ ഇവിടെ ഇരുന്ന് BJP എതിർക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹം വളരെ കഠിനാധ്വാനിയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതുപോലെയാണ് കാര്യം. അദ്ദേഹം കഠിനാധ്വാനിയായ മനുഷ്യനാണ്, അദ്ദേഹം വളരെ കൃത്യമായ പ്ലാനുള്ള ഒരാളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ഇവിടുത്തെ റീലുകൾ വലുതോതിൽ കയറുകയും ആ സമയത്ത് ഞാൻ സംഖ്യയായി മാറി എന്നൊക്കെ ആളുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. എന്ന് പറഞ്ഞാൽ ടു ദ പോയിന്റ് അല്ലെങ്കിൽ മാറ്റർ ഓഫ് ദ ഫാക്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളെയും കാണുന്നു, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നു. അതിൽ അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, പറയുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിലോ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലോ അതൊന്നും നടക്കില്ല. ഇപ്പൊ തന്നെ ശരിക്കും പറഞ്ഞാൽ CJP ഒരിക്കൽ പോലും ഈ വാചകം പറഞ്ഞിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കോൺഗ്രസിന് തള്ളി പറഞ്ഞിട്ടില്ല. കാരണം എന്താ, അവരുടെ സമരം വിജയിക്കാൻ കോൺഗ്രസിന്റെ കൂടി സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അറിയാം. അപ്പൊ രാഹുൽ ഗാന്ധി അവരൊരിക്കലും തള്ളി പറയുകയോ രാഹുൽ ഗാന്ധിക്ക് ആത്മാർത്ഥയില്ലെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷെ അത്രയും ബ്രോഡ് സെൻസിൽ നിന്നുകൊണ്ട് പറയണമെങ്കിൽ അത് ഗീതാഞ്ജലി ആത്മക്കൊക്കെ പറ്റുള്ളൂ. ഗീതാഞ്ജലി ആത്മ പറഞ്ഞത് നിങ്ങളുടെ പ്രകടനത്തിനും നിങ്ങളുടെ ഇപ്പുറത്തുള്ള പ്രതിഷേധത്തിനും ഒരു ആത്മാർത്ഥത ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താ, ഗീതാഞ്ജലി ആത്മ വളരെ കൃത്യമായി സ്വന്തം നിലപാട് മാത്രം എടുക്കുന്നതാണ്. പക്ഷേ
ഒരു സമരത്തിലോ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലോ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കൂടെ നിൽക്കാൻ ആരും ഇപ്പം ഉണ്ടാവില്ല. ഇത് ശരിക്കും അതുകൊണ്ടാണ് സാർ ഇതിലിപ്പം പലരും വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്പൈൻലെസ് ആയിട്ടുള്ള നട്ടലില്ലാത്ത ഒരു നിലപാടാണ് ഇവരെടുത്തിരിക്കുന്നത്. അതായത് ഇവർക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു വല്ലാത്ത നിഷ്പക്ഷത ചമയാണ് ഗീതാഞ്ജലി വാങ്മയെന്നാണ് വിമർശനം വരുന്നത്. അല്ല, സ്പൈൻലെസ് ആണ്, അതായത് അരാഷ്ട്രീയമാണ് ഗീതാഞ്ജലി വാങ്മയുടെ പൊളിറ്റിക്സ്. ഇപ്പൊ നമ്മൾ വായിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലോ, ഇത് വസ്തുത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അരാഷ്ട്രീയമാണ്. അല്ല, ഗീതാഞ്ജലി വാങ്മയുടെ പൊളിറ്റിക്സ് അരാഷ്ട്രീയമൊന്നുമല്ല. അത് യഥാർത്ഥത്തിൽ ലോകത്തെവിടെയുമുള്ള ദുർബലരുടെയും സാധാരണക്കാരന്റെ മനുഷ്യന്റെയും രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഗീതാഞ്ജലി ആങ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പം അവരുടെ ഭർത്താവിനെ കുറിച്ചോ ഒക്കെ തന്നെ വളരെ കൃത്യമായി പഠിക്കുന്ന ആളുകൾക്കറിയാം. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു BJP സപ്പോർട്ട് ചെയ്യുകയും അവിടെ ഉള്ള ഭീകരവിരുദ്ധ പ്രസ്ഥാനങ്ങളെ തുരത്തുന്നതിൽ വലിയ സപ്പോർട്ട് ചെയ്യുകയും നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും പാകിസ്ഥാനിൽ പോയി പോലും ഒരു അവാർഡ് മേടിക്കാൻ ചെന്നപ്പോൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവരെ സംബന്ധിച്ചോളം നരേന്ദ്രമോദി അത് തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അവരെ എതിർക്കാനുള്ള ധൈര്യം കൂടി അദ്ദേഹം സോനം വാങ്ചുക്ക് കാണിച്ചുവെന്നും സോനം വാങ്ചുക്ക് അതിനുവേണ്ടി നിരാകാരം വരുന്നു എന്നും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു പറ്റം ആളുകൾ കൂടി ഉണ്ടാകുന്നതാണ് ഒരു രാഷ്ട്രത്തിന് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഗൗതം എന്താ ഉദ്ദേശിക്കുന്നത്? നാളെ ഗൗതം BJP ആണ്, അപ്പം BJP എന്ത് ചെയ്താലും ഗൗതം എന്ത് ചെയ്യും? അത് അനുകൂലിക്കും. നാളെ എന്ത് ചെയ്യും? ഇപ്പുറത്ത് നമ്മൾ CPM ആണ്, CPM എന്ത് ചെയ്താലും കോൺഗ്രസ് ആണ്, കോൺഗ്രസ് തെറ്റ് ചെയ്താലും അനുകൂലിക്കും. യഥാർത്ഥത്തിൽ ഈ ഗീതാഞ്ജലി ആങ്മയൊക്കെ ഇത് തുറന്നു പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഗൗതം എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടാ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഭരണകൂടം മാറുന്നത്? എങ്ങനെയാണ് ആളുകൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരു പരിധി വരെയുള്ള ആളുകൾ ഇങ്ങനെ മാറി മാറി എന്ത് ചെയ്യുന്നതുകൊണ്ടാണ്? വോട്ട് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ മാറി വോട്ട് ചെയ്യുന്നവർ പലപ്പോഴും നിങ്ങൾ അടുത്ത് പോയിക്കോളൂ, ഒരു ഭരണം മോശമാകുമ്പോൾ അവർ മാറി വോട്ട് ചെയ്യാറുണ്ട്. അവർ ഇത്ര വലിയ വാചകങ്ങളോ ഒരു ഹ്യൂമൻ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലോട്ടിംഗ് വോട്ട്സ് ആണ്. ആ ബക്കറ്റിനകത്ത് ഞങ്ങൾ പെടുമെന്നൊന്നും പറയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവർ വലിയ മാറ്റമുണ്ടാക്കുന്ന ആളുകളാണ്. ഇപ്പം കഴിഞ്ഞ തവണ തന്നെ BJPക്ക് ഏറ്റവും വലിയ അടി കിട്ടിയത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതുപോലെ അന്ധമായി ഏതെങ്കിലും ബക്കറ്റിനകത്ത് ഒതുങ്ങാതെ അവർ സ്വതന്ത്രമായി നിലപാടെടുക്കുന്ന ആളുകൾ തന്നെയാണ്. അവരാണ് വലിയ മാറ്റമുണ്ടാക്കുന്നതും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഗീതാഞ്ജലി വാങ്മയ്ക്കുണ്ട്. അതുകൊണ്ട് അതിൽ യാതൊരു കുഴപ്പമില്ല സാറേ. പക്ഷെ എങ്കിലും നമ്മളെല്ലാവരും ഏതെങ്കിലും ലേബല് ഐഡന്റിറ്റിയിൽ എഡിക്റ്റഡ് ആണ്. ഇപ്പം മുസ്ലിം മതവിശ്വാസിക്ക് അയാൾ ഐഡന്റിറ്റിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഇസ്ലാമാണ്, എന്ത് തന്നെ വന്നു കഴിഞ്ഞാൽ, എത്ര മനുഷ്യത്വം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇസ്ലാമാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യനാണ്. ചില ഹിന്ദുക്കളുണ്ട്, ഞാൻ ഹിന്ദുവാണ്, ഞാനൊരു അഭിമാനകരനായിട്ടുള്ള ഒരു പ്രൗഡ് ഹിന്ദു ആണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ലേബലും ഐഡന്റിറ്റിയും ഇല്ലാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ പറ്റും? തെറ്റാണ് ഇതൊക്കെ. നമ്മൾ ചിലപ്പം രാഷ്ട്രീയം ചോദിക്കുമ്പോ ഏതാ നിങ്ങളുടെ രാഷ്ട്രീയം? പലരും പറയും ഞാൻ ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ വലതുപക്ഷമാണ്. ഇതൊക്കെ വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഐഡന്റിറ്റി ഒന്നാണ് എന്ന് പറയുമ്പോൾ പോലും ഗൗതം അറിയേണ്ടത് അതിൻ്റെ അകത്ത് നിന്ന് നിരവധി റിബല്യസ് നേച്ചറുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഉണ്ടായത്? അദ്ദേഹം എന്താ പ്രൗഡ് ഹിന്ദു അല്ലേ? അദ്ദേഹം ഹിന്ദുവാണ്. പക്ഷെ അദ്ദേഹം ഹിന്ദുവാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹിന്ദു മതത്തിനകത്ത് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ടുള്ള ആളുകളെ പുറത്തു നിൽക്കുന്നതിന് അദ്ദേഹം സമരം ചെയ്ത ഒരാളാണ്. സനാതന ഹിന്ദു അല്ലാന്ന് പറഞ്ഞിട്ട് അല്ല, സനാതന ഹിന്ദു അല്ല. കാരണം അദ്ദേഹം ഹിന്ദു അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇപ്പൊ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഹിന്ദു അല്ല മുസ്ലിം ആണെന്ന് പറയാൻ പറ്റൂ? ക്രിസ്ത്യൻ ആണെന്ന് പറയാൻ പറ്റൂ? ഇല്ല. അപ്പൊ ഇത് ഗൗതം വിചാരിക്കുന്ന പോലെയല്ല. ലോകം മുഴുവൻ ഇത്തരത്തിൽ ആളുകൾ ഒരു ഐഡന്റിറ്റിയോട് ചേർന്ന് നിൽക്കുമ്പോൾ പോലും അതിൻ്റെ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാജാറാം മോഹൻ റോയ് സതി അനുഷ്ഠിക്കുന്നതിനെതിരെ സമരം ചെയ്തിട്ടുള്ളതും അതിനെതിരെ നിലപാടെടുത്തതും രാജാറാം മോഹൻ റോയ് അല്ലേ? അപ്പൊ അങ്ങനെ ഈ മുസ്ലിം സമുദായത്തിനകത്ത് ഞാൻ എത്രണ്ണം പറയണം? ഇപ്പൊ ഇറാനിൽ സമരം ചെയ്യുന്നത് ആരാണ് ഈ പറയുന്ന പോലെ പ്രശ്നം ഉണ്ടാക്കിയത്? മറ്റേ നിക്കാബിനെതിരെയും അതുപോലെ ഹിജാബിനെതിരെയും. അപ്പൊ ഇതൊക്കെ ഗൗതം അറിയേണ്ടത്. ഇവിടെ അബ്ദുൾ ഗഫൂർ അല്ലേ, അതായത് MESന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൾ ഗഫൂർ അല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് നിക്കാബ് ഇട്ടുകൊണ്ട് MESന്റെ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ഐഡന്റിറ്റിയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് അടിമപ്പെടുക എന്നുള്ളതല്ല. നിങ്ങൾ ആ ഐഡന്റിറ്റിയോട് ചേർന്ന് നിൽക്കുമ്പോൾ പോലും നിങ്ങൾ അതിനെതിരെയുള്ള ശബ്ദമായി മാറും. ഏറ്റവും ഒടുവിൽ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവിചന്ദ്രൻ ആരാണ്? ബൈ ബർത്ത് ഹിന്ദു ആണെന്ന് നമ്മൾ പുള്ളിനെ വിളിക്കുന്നു. പുള്ളി ഹിന്ദു ആണോ? അല്ല, പുള്ളി യാതൊരു മതത്തിലും വിശ്വസിക്കുന്ന ഒരാളല്ല. അങ്ങനെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും അങ്ങനെ നിൽക്കുന്ന ആളുകളുടെ നമ്പറും ഒക്കെ ലോകം മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആരിഫ് ഹുസൈൻ തിരുവോസ് എന്ന് പറഞ്ഞ എക്സ് മുസ്ലിം വരുന്നത്?
എങ്ങനെയാണ് ഈ പറയുന്ന പോലെ എസൻസ് ഗ്ലോബലിലെ സമ്മേളനങ്ങളിൽ 1000-ലധികം ആളുകൾ മലപ്പുറത്തുനിന്ന് മാത്രം പങ്കെടുക്കുന്നത്? അപ്പൊ അതൊക്കെ ഗൗതം അറിയേണ്ടത്, അതൊക്കെ ഒരു ലോകം പുരോഗമിക്കുമ്പോൾ വരുന്ന സംഭവങ്ങളാണ്. ഇതിൽ ഗ്ലോബൽ പൊളിറ്റിക്സ് പഠിച്ചാൽ ഗൗതത്തിന് മനസ്സിലാവും. അതായത് പല രാജ്യങ്ങളിലും അവിശ്വാസികൾ 80%. ഇപ്പൊ ഫ്രാൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ നിരവധി ആളുകൾ അവിശ്വാസികളാണ്, മനസ്സിലായോ? അതുപോലെ ഫിൻലൻഡിൽ നിങ്ങൾക്ക് ഒരു മതവും ഇല്ലെന്ന് എഴുതി കൊടുത്തുകൊണ്ട് ഒരു രജിസ്റ്റർ ചെയ്യാൻ വേണമെങ്കിൽ അവിടെ അങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ട്. ആ ലെവലിലേക്ക് പതുക്കെ പതുക്കെ ലോകത്ത്, ഇപ്പം നമ്മളൊന്നും അത്രയും ഡെവലപ്പ് ആയിട്ടില്ല, പക്ഷെ പതുക്കെ ഇന്ത്യയും മാറും. ആ ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ആ ഐഡന്റിറ്റിക്ക് അകത്ത് തന്നെ നിൽക്കുന്നു എന്നതൊക്കെ പറയുന്നത് വെറുതെയാണ്, മനസ്സിലായോ? ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ഐഡന്റിറ്റിയാണ്, അത് അതിനകത്ത് തന്നെ നിൽക്കുന്നു. എന്നിട്ട് പിന്നെ ആര് വോട്ട് ചെയ്തിട്ടാണ് തോക്കുന്നത്? സോ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും തോക്കുന്നത് എങ്ങനെയാണ്? 59,000 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ച സ്ഥലത്ത് ഇത്തവണ തോക്കുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയുടെ 4 ലക്ഷം എന്ന് പറഞ്ഞ ഭൂരിപക്ഷം 1.5 ലക്ഷമായി കുറഞ്ഞ എങ്ങനെയാണ്? അപ്പൊ അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചോളം ഇപ്പൊ ഗീതാഞ്ജലി ആങ്മോ പറഞ്ഞതുപോലെ വലിയ വാക്കുകളിലൊന്നും അവർ പറയില്ല, ചിലപ്പോൾ ചർച്ച ഉണ്ടാവില്ല, പക്ഷെ അവരെല്ലാം ഏതാണ്ട് ഏറെക്കുറെ ഇതുപോലെയുള്ള ഇൻഡിപെൻഡന്റ് നിലപാടെടുക്കുന്നവരാണ്, പുറമെ അവരൊരു ഐഡന്റിറ്റി കാണിച്ചാലും. തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടെന്നാണ് സാർ പറഞ്ഞത്. നമ്മൾ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്തത് കുറെ നമ്മളെ രാഷ്ട്രീയ സാംസ്കാരിക കേരളം അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ സംഭവിച്ച ക്രൈമുകളുടെ, കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ടി.പി. ചന്ദ്രശേഖരൻ രൂപപ്പെട്ടിട്ടുണ്ടായി കേരളത്തിൽ, ഗൗരി ലങ്കേഷും ഗോവിന്ദ് പൻസാരയും നരേന്ദ്ര ദാവോൽക്കറും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ടായി. അതോടൊപ്പം തന്നെ ടി.ജെ. ജോസഫ് കേരളത്തിൽ വീണ്ടും രൂപപ്പെട്ടിട്ടുണ്ടായി. അപ്പം ഇവരൊക്കെ കൊലപാതകങ്ങൾക്ക്, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾക്ക് ഇരകളായവരാണ്. ഇന്നവരാ ഭൂമുഖത്തില്ല. അപ്പം ഇവരെന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ രൂപപ്പെട്ടത്? തെറ്റായിട്ടുള്ള കാര്യമാണ് ഗൗതമത്തിന്റെ കാഴ്ചപ്പാട്. ഗൗതം പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന ആളുകളിൽ ഗൗതം വിട്ടുപോയ ഒരുപാടുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ കുത്തിക്കൊന്നിട്ടുള്ള ധനരാജ് അടക്കമുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ ഈ ലോകത്ത് നടന്നിട്ടുള്ള നിരവധി, ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ ഇത് പഴയ കാലത്തുണ്ടായിരുന്നൊരു കൾച്ചറിൽ നിന്ന് ഇപ്പൊ ജനങ്ങൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുള്ളത്. ഇപ്പൊ എന്തുകൊണ്ടാണ് PFIയുടെ പോലും ഇപ്പൊ ജോസഫ് മാഷിനെ കൈവെട്ടി? നമുക്കറിയാം ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ വെറുതെ കൈവിട്ടുകയല്ല ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇടത് കൈയും വലത് കാലും വെട്ടിയെടുക്കുക ചെയ്തു. ഒരാൾക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ആക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ കൈവെട്ടാണ് അവർ നടത്തിയത്, വലിയ ആക്രമണമാണ് നടത്തിയത്. പക്ഷെ ഗൗതം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, അന്ന് ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരാള് വെറുതെ അറിയാതെ ഒരു പേര് എഴുതി വെക്കുക മാത്രമാണ് ചെയ്തത്. അതാണ് കേരളം മുഴുവൻ വലിയ പ്രശ്നമായത്, കൈവെട്ടലിലും കാൽവെട്ടലിലും ഒക്കെ അവസാനിച്ചത്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബുകൾ എന്ന് എടുത്തു നോക്കിയാൽ എന്തൊക്കെയാണ് ഗൗതം കാണുന്നത്? ഇതിനേക്കാൾ ഈ പേരെഴുതി വെക്കുന്ന ആളുകളെ പോലും മുക്കാൽ എന്നൊക്കെ പറയും. ഞാൻ ആ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അത്തരത്തിലുള്ള പദങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് എത്ര വലിയ വിമർശനമാണ് എഴുതുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഒരാൾ കൈവെട്ടുക പോയിട്ട് ഒരു വിരലിൽ പിച്ചാത്തി കൊണ്ട് ചൊറിയാൻ പോലും തയ്യാറാകാത്ത എന്തുകൊണ്ടാണെന്നറിയോ ഗൗതം? ഇവിടെയുള്ള ജനങ്ങൾ അതിനൊപ്പം നിൽക്കില്ല. നിങ്ങൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് മാറിയാൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാതാകും, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇല്ലാതാകും എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ്. സാർ, ഇതിന്റെ ഈ ഗീതാഞ്ജലി വാങ്ങുമ്പോൾ പറഞ്ഞതിന്റെ ഒരു മനോഹാരിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിരുദ്ധ അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വിരുദ്ധ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് സൗഹാർദ്ദപരമായിട്ട് നിലനിൽക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അടിസ്ഥാനപരമായിട്ട് ഇവർ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും വിഷമകരമായി എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യം എന്ന് പറയുന്നത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ അദ്ദേഹം ബൂത്തിൽ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ കുറേയധികം ആളുകൾ അദ്ദേഹത്തെ ചുറ്റും നിന്ന് കൂവി വിളിക്കുന്നുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു സമീപനം, ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിൽ ഉൾക്കൊള്ളാത്തവരാണ് യഥാർത്ഥത്തിൽ TK ഗോവിന്ദനെ കൂക്കി വിളിച്ചതെന്ന് ഞാൻ പറയും സാർ. ഇതൊക്കെ ഗൗതത്തിന്റെ ഒക്കെ ഇടുങ്ങിയ മനസ്ഥിതി കൊണ്ട് ഇപ്പൊ അത് CPM-ലേക്ക് കൊണ്ടെത്തിക്കാൻ, അല്ല ഞാനത് TK ഗോവിന്ദനെ വലിയ രക്തസാക്ഷിയാക്കി ഉയർത്താനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. അത് ആയിക്കോ, എനിക്ക് കുഴപ്പമില്ല, ഗൗതത്തിന് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമല്ലോ. ഗൗതം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേ TK ഗോവിന്ദൻ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മത്സരിച്ച TK ഗോവിന്ദൻ തന്നെ പിണറായി വിജയനെ എങ്ങനെ കാണും, നേരിട്ട് ചെല്ലുമോ, സംസാരിക്കുമോ, സുധാകരനെ കാണുമോ എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ ആളുകളെ പ്രാന്താക്കി വീഡിയോ ചെയ്തിട്ടുള്ള എന്തോരം സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് ഉണ്ട്.
എന്നിട്ട് പിണറായി വിജയൻ ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? പിണറായി വിജയൻ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയും ജി സുധാകരന് ചെന്ന് കൈ കൊടുക്കുകയും ജി സുധാകരൻ അത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാണുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഗൗതം. പക്ഷേ താഴേക്കിടയിലുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം സ്വന്തം കൂടെ നിന്ന് ഇന്നലെ വരെ കൂടെ നിന്നിട്ടുള്ള അവർ പോലും വലിയ നേതാവായിട്ടുള്ള ഒരാളാണെന്ന് കാണുമ്പോൾ തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവും, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? കൂക്കുവിളിക്ക് ചിലപ്പോൾ ഒരു കൂവൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ കൂവലിനും അപ്പുറത്തേക്ക് ഒരു തരിമ്പും കടന്നില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ആ കൂവൽ ഉണ്ടായതിനു ശേഷം യഥാർത്ഥത്തിൽ പിന്നൊരു കൂവൽ പോലും ഉണ്ടായിട്ടില്ല. എന്താ കാര്യം? അങ്ങനെ ടി കെ ഗോവിന്ദനെ കൂക്ക് വിളിക്കുന്നത് പോലും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഭയന്നുകൊണ്ട് CPM എന്ത് ചെയ്തു? നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കരുത്. ആ കൂവി ശരിയാണ്. അത് ഈ അങ്ങനെയാണെങ്കിൽ ഞാൻ സാറടുത്ത് ചോദിച്ചത്, ഞാൻ പറയുന്നത് ആ കൂവലില്ല സാറേ. ആ കൂവലിനെ നമ്മൾ ഈ ഗീതാഞ്ജലി വാങ്മേന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒന്നും അല്ല, ആ കൂവലിന് മാത്രമല്ലല്ലോ, ആ അതുപോലുള്ള പല ഞാനൊരു കാര്യം, ആ കൂവലിന് മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്. ഇപ്പൊ CJPയുടെ പ്രൊട്ടസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യണം? മറ്റേ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണമെന്ന് പറയുന്നതും വെടിവെച്ച് കൊല്ലണമെന്ന് പറയുന്നത് അതിന്റെ അങ്ങേറ്റത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തില് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ മറ്റേ TG മോഹൻദാസും അതുപോലെയുള്ള ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും ധൻരാജിനെ കൊലപ്പെടുത്തിയതിനേക്കാളും ഒക്കെ വളരെ ചെറിയ ആക്ടിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അതായത് പഴയ പോലെ ആണെങ്കിൽ ചിലപ്പോൾ റോട്ടിൽ കിടന്ന് ഇടിയുണ്ടാവും, ചന്ദ്രശേഖരൻ ചെറുതാണോ? അല്ല, 2012 സംഭവിച്ചത്. ഞാൻ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ പോയ ഒരാളാണ്. താങ്കൾ അറിയേണ്ടത്, ഞാൻ KK രമയെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിൽ വളരെ ഇമോഷണലായി പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്നോട് അത് പഠിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് നേരത്തെ CPM-കാരനായിരുന്നു, അടുത്ത അടിയുറച്ച CPM-കാരനായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇപ്പം BJP-കാരനാട്ടോ. എന്താണ് പുള്ളി ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് അന്നത്തെ കാലത്ത് CPM-ന് വേണ്ടിയിട്ട് TPയുടെ ആ കൊലപാതകത്തെ ന്യായീകരിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമഘട്ടമായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു എതിരഭിപ്രായവും ഇല്ല. പക്ഷേ ഈ ചർച്ചയിലെങ്കിലും താങ്കൾ ഗീതാഞ്ജലി വാങ്മോനെ പോലെ മനസ്സിൽ വലിയ വലിപ്പമൊന്നും മലപ്പുറം പീരങ്കി മൈതാനത്തിന്റെ വലിപ്പമൊന്നും ഉണ്ടായില്ലെങ്കിലും താങ്കൾ എന്ത് ചെയ്യണം? എന്നെ കേൾക്കണം, എന്നെ ഒഴിപ്പിക്കാൻ അനുവദിക്കണം. ഞാൻ ഇപ്പോഴും TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് CPM-ന് പറ്റിയ വലിയ തെറ്റാണെന്ന് കരുതുന്ന ഒരാളാണ്. ഞാൻ അതിനെ അപലപിച്ചിട്ടുള്ള ഒരാളാണ്. അതിനെ ഒരു കാരണവശാലും ഞാൻ ന്യായീകരിക്കാൻ നിൽക്കാത്ത ഒരാളാണ്. എനിക്കതുകൊണ്ട് അതിന് ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു കാര്യം കൂടി അതിനൊപ്പം പറയാതെ പോകാൻ കഴിയില്ല. അത് TP ചന്ദ്രശേഖരനെ ഓർക്കുന്നത് പോലെ CPM-ന് വേണ്ടി RSSന്റെ കൊലക്കത്തിക്കും കോൺഗ്രസിന്റെ കൊലക്കത്തിക്കും ഇരയായിട്ടുള്ള 230-ലധികം വരുന്ന ആളുകളെ നമ്മൾ ഓർക്കുന്നില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ മീഡിയ മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേക രീതിയാണ് എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു വെക്കണം. പിന്നെ നമ്മുടെ കാലഘട്ടത്തിൽ 2012 ശേഷവും 2010 ജോസഫ് വാഴ കൈവെട്ടിയതിന് ശേഷവും ഒക്കെ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മുടെ മൊത്തം പൊളിറ്റിക്സിൽ തന്നെ വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനൊക്കെ സപ്പോർട്ട് കിട്ടുന്ന കാലം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വളരെ വലിയ തോതിൽ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതിൽ ഏറ്റവും കൂടുതൽ കുറയുന്നത് കേരളത്തിലാണ്. അതിൽ സന്തോഷിക്കാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു.